ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അങ്ങനെ രാവിലെ കണ്ണ് തുറന്ന് എണീറ്റ് ഞാൻ പോയതും നമ്മുടെ ഇന്നലെ ഇട്ട മെഹന്തി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴേ ഞാൻ ഇത് ഇട്ടുകൊണ്ട് കിടന്നത്. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ബെഡിനകത്ത് വീണിട്ടുണ്ടായിരുന്നു, ബാക്കി മൊത്തം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുള്ളത് മാറ്റി നോക്കി. അപ്പോൾ ഫ്രഷ് സ്റ്റെയിൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഓറഞ്ച് കളറായിട്ട് ഫ്രഷ് സ്റ്റെയിൻ ഇരിക്കുന്നത് കാണാൻ എന്ത് രസമല്ല. അങ്ങനെ കുറേ നേരം അതിൻ്റെ ഭംഗി നിന്ന് ആസ്വദിച്ചിട്ട് പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്തെന്ന് വെച്ചാൽ പെരുന്നാൾ നിസ്കരിക്കണം, ഫുഡ് കഴിക്കണം, ഇതൊക്കെ തന്നെ. ഞാൻ രാവിലെ എണീറ്റിന് മുതൽ പറയാം പെരുന്നാളൊക്കെ ആയിട്ട് ഒരു വൈബ് പാട്ടൊക്കെ ഇട്, പെരുന്നാളിൻ്റെ പാട്ടൊക്കെ ഇട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാനൊരു അടിപൊളി വൈബ് പാട്ട് തന്നെ ഇട്ട് കൊടുത്തു. ഗായ്സ്, അപ്പോൾ അബ്ദുള്ള പള്ളിയിൽ പോയിട്ട് വന്നേക്കുവാണ്. ഒരു ഈദ് മുബാറക് പറ. എടാ ഉറക്കെ പറയടാ. ഈദ് മുബാറക്. വെരി ഗുഡ്. അടുത്ത ആളെ നമുക്ക് പോയി കണ്ടുപിടിക്കാം. സഹദ്. സഗു പള്ളി പോയാ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഈദ് മുബാറക് പറ. ഈദ് മുബാറക്. കണ്ടില്ലേ, രാവിലെ തന്നെ വാപ്പമ്മ കുളിച്ച് സുന്ദരിയായിട്ട് വന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് നിൽക്കുന്ന. രാവിലെ എണീറ്റിന് മുതൽ പെരുന്നാളിന്റെ സ്നേഹപ്രകടനങ്ങളായിരുന്നു വാപ്പമ്മക്ക്. ഗൈസ്, ഈദ് മുബാറക്. എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ ഞാനിപ്പോൾ പോയി കുളിച്ച് പെരുന്നാളൊക്കെ നിസ്കരിച്ച്, ഇവിടെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയവരൊക്കെ വന്ന് എല്ലാവരും വന്ന്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇന്നിവിടെ അപ്പം എന്തായിരുന്നു? അപ്പമല്ല, ഇടിയപ്പവും പിന്നെന്താ ഇടിയപ്പവും ബീഫ് കറിയൊക്കെയാണ്. അപ്പം അതൊക്കെ ഇപ്പോൾ കഴിക്കണം. എൻ്റെ ഫ്രഷ് സ്റ്റേറ്റ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് തന്നെ ഫസ്റ്റ് പോയി നോക്കിയത്. ഇപ്പം നല്ല ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതിലും ചുമക്കാനുണ്ട്. അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ ഒന്നെങ്കിൽ ഇടിയപ്പം, അപ്പം, പിന്നെ അല്ലെങ്കിൽ പത്തിരി, അങ്ങനത്തെ ഐറ്റംസും വിത്ത് ബീഫ് കറി ആയിരിക്കും രാവിലെ. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അബ്ദുള്ളയും കൂടി കുറച്ച് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂട്ടറും കൊണ്ടങ്ങ് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങ് എത്തിയപ്പോഴേക്കും നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയിക്കുന്നത് സുഡിയോയിലോട്ടാണ്. ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് അടുത്താണ് സുഡിയോ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും സുഡിയോ പോലും ഓപ്പൺ അല്ലായിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, പെരുന്നാളായിട്ട് ഇത്രയും ആൾക്കാർ സുഡിയോയുടെ പുറത്ത് വന്നിട്ട് സ്റ്റുഡിയോ തുറക്കുന്ന കാത്ത് നിൽക്കുമായിരുന്നു നമ്മളെല്ലാം. അങ്ങനെ ഞങ്ങൾ എത്തിയത് 10:50 പിന്നെ 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് 11 മണിയായപ്പോഴേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയി. അങ്ങനെ നമ്മൾ മെയിനായിട്ട് പോയ എന്തിനാന്ന് വെച്ചാൽ അബ്ദുള്ളക്ക് ഏതോ ഒരു ചെരുപ്പ് നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ കുറെ നേരത്തെ പരതലിന് ശേഷം അവൻ ഏതോ ഒരെണ്ണം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാം, ശരിയല്ലേ? നമ്മുടെ സൈസ് ഇല്ല, XL വലിയ സൈസ് കൊള്ളാല്ലേ? അപ്പോൾ ഉമ്മി പെരുന്നാളിന് ഓൾറെഡി ഡ്രസ്സ് പുതിയത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും സ്റ്റുഡിയോ വരെ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു ഒറ്റമൈൻ പ്ലാൻ ഇട്ടിട്ട് ഒരു ടോപ്പ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പരതുമായിരുന്നു, ഏതെടുക്കണം. അവസാനം നമ്മളൊരു ടോപ്പ് ഫൈനലൈസ് ചെയ്ത് എനിക്ക് അബ്ദുള്ളക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടതാണ് നമ്മളങ്ങ് എടുത്തത്. കാരണം കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തില്ല അത് പിന്നെ വലിയ തർക്കങ്ങളിലോട്ടോ. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടേ എടുത്തു. അത് പറ. മാമ മൈലാഞ്ചി തരട്ടെ? വാ. മാമയുടെ പുതിയ നൈറ്റി, പുതിയ ഷാള്. ആ സ്റ്റാൻഡിങ് എടുത്തോണ്ടോ അതും. അങ്ങനെ വാപ്പമ്മയുടെ കയ്യിലേക്കകത്താവാൻ ബാക്കി കലാപരിപാടി എന്നും പറഞ്ഞിട്ട് ഞാൻ നല്ല അടിപൊളി ഡിസൈൻ തന്നെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചാൽ വാപ്പമ്മക്ക് ഇങ്ങനത്തെ ഈ കുത്തു ഡിസൈനാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അതങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ ആ ഗ്യാപ്പ് കിടക്കുന്നിടം കൂടി ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടെയും കൂടി കുറച്ച് കലാപരിപാടി കാണിച്ചിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ അതെന്തായാലും സെറ്റ് ആക്കി കൊടുക്കും. അങ്ങനെ ഒരു കയ്യിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി, മറ്റേ കയ്യിൽ വാപ്പമ്മയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അടിപൊളി ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം പോയി കിടക്കിട്ട് ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതാണല്ലോ മെയിൻ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ബിരിയാണി പോയി നോക്കാം. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോഴേക്കും നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആവുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ചിക്കൻ ബിരിയാണിയോടാണ് താല്പര്യം കൂടുതലെങ്കിൽ പോലും ഇന്നും എന്തായാലും ബീഫ് ബിരിയാണി ആയിരുന്നു വെച്ചത്. എനിക്ക് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ആണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് കഴിക്കും. പിന്നെ കൊഞ്ച് ബിരിയാണി. പക്ഷേ ബീഫ് ബിരിയാണി വലിയ ഫാനൊന്നുമല്ല. പിന്നെ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ എടുത്ത് തിന്നായിരുന്നു എൻ്റെ പണി.
എന്റെ ഫോണിനകത്ത് ഇതാർക്കാമേ. അങ്ങനെ ഞാൻ ഈ ഇതാർക്കാന്ന് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെപ്പം പെരുന്നാളിന് ബിരിയാണി വെച്ചാൽ നമ്മൾ എന്തായാലും അപ്പുറത്തെ നെയ്ബേഴ്സിനും അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള സർവിങ് പ്രോസസ്സിലാണ് ഉമ്മ ഇപ്പം. അങ്ങനെ ഉമ്മ ഓരോന്നോരോന്ന് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ എന്നെ ഇവിടെ ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ തൻസിബാമി വന്നിട്ടുണ്ട്. തൻസിബാമി നമ്മുടെ മെയിൻ ഒരാളാണ്. അപ്പം നമ്മുടെ റംബുട്ടാൻ മരത്തിൽ ആദ്യമായിട്ട് റംബുട്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ടുള്ള ഒരു യുദ്ധമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മാമി ആവുന്നെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അത് ഒരു കമ്പിക്കകത്ത് വേറൊരു കമ്പൊക്കെ കയറി ഇട്ടിട്ട് പോയോ? ഒരു വലിക്കകത്ത് വീഴും. ഇനി ഒരൊറ്റ വലി. ഇത് വീഴും. വലിച്ചോ? മടിക്കാൻ പറ്റത്തില്ല മോളെ, സകലമായ ശക്തി എടുത്ത് വലിച്ചു. അങ്ങനെ റംബുട്ടാൻ മരവുമായിട്ടുള്ളൊരു യുദ്ധത്തിന് ശേഷം നമുക്ക് കുറെ റംബുട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബക്കറ്റ് നിറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൽ നിന്ന് ബിരിയാണിയേക്കാളും കൂടുതൽ കഴിച്ച റംബുട്ടാനായിരുന്നു. പിന്നെ പെരുന്നാളിന് മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അല്ലാണ്ട് എന്താ, ഫുഡ് കഴിക്കും, ബിരിയാണി കഴിക്കും, ഉറങ്ങും, ഫോട്ടോ എടുക്കും, ഇതൊക്കെ തന്നെ മെയിനായിട്ട്. പിന്നെ ബിരിയാണി കഴിച്ചാൽ പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ഉറക്കം വരും കഴിച്ച് കഴിയുമ്പോൾ. അങ്ങനെ നല്ല ചൂട് ബീഫ് ബിരിയാണിയും സലാഡും പപ്പടവും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടും കഴിക്കും. പിന്നെ തലേന്നത്തെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. കഴിക്കുമ്പോൾ പോലും എനിക്ക് നല്ല ഉറക്ക ക്ഷീണമായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്താവുമെന്നായിരുന്നു എൻ്റെ ചിന്ത. കാരണം എനിക്ക് ഡ്രസ്സ് ഇടണം, ഫോട്ടോ എടുക്കണം, അങ്ങനെ കുറേ പ്ലാനിങ്ങും ഉണ്ട്, എന്നാൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ തൻസിമാമി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളെ മൈലാഞ്ചി ഇടാൻ വേണ്ടി അങ്ങനെ നല്ല അടിപൊളിയായിട്ടതാ. എങ്ങനെയുണ്ട്? ഹാപ്പിയായ? എന്തൊരു അഭിനയം. അങ്ങനെ ആ മൈലാഞ്ചിടൽ കലാപരിപാടികൾക്കൊക്കെ ശേഷം ഞാൻ അങ്ങോട്ട് ഡ്രസ്സൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോഷൂട്ട് നടത്തി. ഗൈസ്, അപ്പം നമ്മുടെ പെരുന്നാളൊക്കെ ഏതാണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി. ആൻഡ് ഇപ്പം നമ്മൾ നമ്മുടെ ഈദ് ഔട്ട്ഫിറ്റ് ഇടാൻ പോവാം. കാരണം ഇപ്പം നമ്മൾ ഉമ്മച്ചമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പോവാം. അപ്പോൾ എല്ലാ പെരുന്നാളും നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ആൻഡ് ഞാൻ ഈ വട്ടം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അതിന് പകരം ഒരു ട്രാൻസിഷൻ വീഡിയോയും പിന്നെ ഒരു അല്ലാത്ത ഫോട്ടോയും പിന്നെ കുറച്ച് അല്ലാത്തൊരു വീഡിയോയും പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പ്ലാൻ പോലെ ഇതുവരെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ അധികം പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ റെഡി ആവാൻ പോവാ ഗൈസ്. അപ്പോൾ ഇപ്പം സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. 5:30 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഈ ഓൾട്രേഷനൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് സംസാരിച്ചെന്ന സമയം പോകും. അതുകൊണ്ട് നമുക്ക് ഇനി റെഡി ആയിട്ട് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഫുള്ള് ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാം. ആദ്യമേ ഫാനിട്ടൊക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരുങ്ങാൻ വലിയ താമസമൊന്നും എടുത്തില്ല, പക്ഷെ ഫോട്ടോ എടുക്കാൻ നല്ല ടൈം എടുത്ത്. കാരണം വെയിൽ പോയതുകൊണ്ട് നല്ല നല്ല ഫോട്ടോസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് അറിയത്തില്ല നല്ല ഫോട്ടോ കിട്ടിയോന്ന്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ എൻ്റെ സ്റ്റോറേജും ഇല്ല. അതുകൊണ്ട് സ്റ്റോറേജും ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ആക്കും എടുക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാം. 6:30 ഇതുവരെ ഇറങ്ങിയില്ല, പിന്നെ ഇറങ്ങണം. ഇപ്പം ഇറങ്ങിയാലേ ഒരു 7 മണിയാകുമ്പോഴെങ്കിലും അവിടെ എത്തും. അപ്പോൾ ഉമ്മ ഇപ്പം എന്നെ വിളിക്കും. അവിടെ നമുക്ക് പോവാം സീനാക്കുന്നതിന് പകരം. ഗൈസ്, അപ്പം നമ്മൾ വണ്ടി കയറി. ഓരോരുത്തർ കയറുന്നുള്ളൂ. പെട്ടെന്ന് കയറും. എന്നാ പയ്യെ കയറിക്കോ. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നേരെ പോയത് സുപ്രീമിലോട്ടായിരുന്നു ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ ഫർഹാനക്ക് +2 84% കിട്ടി. നല്ല അടിപൊളിയായിട്ട് പാസ്സായിട്ടുണ്ട്. പക്ഷേ ആ റിസൾട്ട് വന്ന സമയത്ത് ഞാനെങ്കിൽ മംഗലാപുരത്തായതുകൊണ്ട് തന്നെ എനിക്കൊന്നും
ചെയ്യാൻ പറ്റിയില്ല. ഈ വട്ടം ലീവിന് വന്നപ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാങ്ങി, ഇത് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അങ്ങനെ അതിനകത്ത് ഇങ്ങനെ അവർ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാനും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഈ ഡയറി മിൽക്കും കൂടി എടുത്തിട്ട് നമ്മളങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഉമ്മച്ചാമ്മയുടെ അവിടെ എത്തിയപ്പോഴേക്കും നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും ആദ്യമേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഫർഹാന. ഞാൻ ഈ സർപ്രൈസിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ സർപ്രൈസ് ഇവിടെ ഒരാൾ പൊളിച്ച് ഗൈസ്. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. Obviously for you. പിന്നെ അങ്ങോട്ട് ഫുള്ള് സ്നേഹപ്രകടനങ്ങളായിരുന്നു. എന്റെ ബർത്ത്ഡേക്കല്ല, ഇവിടെ ഉപ്പൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണോ എന്താ പരിപാടി എന്ന്. അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴും അവർക്കൊക്കെ കത്തി. നമ്മുടെ ഈ സർപ്രൈസ് പൊളിച്ചത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ഉമ്മി തന്നെ. ഉമ്മി അവിടെ ഇരുന്നിട്ട് കേക്ക് മുറിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മൊത്തം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ സർപ്രൈസിലൊന്നും അല്ലല്ലോ കാര്യം, അവർക്ക് സന്തോഷമായല്ലോ, അത് മതി. അതും പറഞ്ഞിട്ട് ഞാനങ്ങ് സമാധാനം. പിന്നെ എപ്പോഴും ഒന്നും ഇങ്ങനെ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലേ, ഇടയ്ക്കെങ്കിലും ഇങ്ങനെ അവരുടെ ഒരു സ്പെഷ്യൽ ഡേ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഞാനിത് വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫർഹാനക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്തു. അവള് സർപ്രൈസ് ആയോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഉമ്മ അത് സൈഡിൽ നിന്ന് പൊട്ടിച്ച സർപ്രൈസ് മൊത്തം. ഫർഹാന ഇപ്പുറത്തോ, നീ ഒരു സത്യം പറയട്ടെ. ഇവിടെ വന്നിട്ട് സത്യങ്ങൾ പറ. ഗൈസ്, ഈ സർപ്രൈസ് പൊളിച്ചത് വേറെ ആരുമല്ല, എന്റെ സ്വന്തം ഉമ്മി തന്നെ ഇവിടെ അല്ലേ. ഉമ്മി തന്നെ പറഞ്ഞപ്പം അവൾക്ക് എന്ത് റിയാക്ഷൻ കൊണ്ടുവരണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇനി ഈ ആഭരണങ്ങൾ എല്ലാം ഊരി വെച്ച് നമ്മളുടെ തനിക്കോലത്തിലോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇത് ഊരി വെച്ചിട്ട് പറ്റുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് വൈൻഡപ്പായിട്ട് അങ്ങ് കൂട്ടിക്കും. സൗണ്ട് ഒന്ന് കുറയ്ക്കും അബ്ദുള്ള. ഇങ്ങനെ പറയണോ? ഇതല്ലേ ഹിന്ദി. അങ്ങനെ അത് കാണിച്ചു, ബുക്കൊക്കെ ഒന്ന് കാണിച്ചേ. അറബിക്കല്ല, അറബിക്ക്. അടുത്ത ഏതാ? അറബിക്കെന്താ പുസ്തകം? അടുത്ത ഏതാ? കമ്പ്യൂട്ടർ. എന്ത് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ. എന്റെ അടുത്ത് പറയാം കമ്പ്യൂട്ടർ എന്ന്. വെരി ഗുഡ്. അപ്പൊ ഈ വട്ടത്തെ പെരുന്നാള് നിങ്ങളുടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? ഇന്ന് എനിക്കും ഇവനും വെളുപ്പിനെ പള്ളിയിൽ പോയി പോത്തിനെ ഇറക്കാം. വെളുപ്പിനെയോ? 3 മണിക്ക് നാളെ. ഇന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ. പറ. ബൈ.